വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് ഫിലിപ്സ് 25 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടില്ലേ, റെഡ് കളറിൽ റീട്രസ് ലൈനാണ്. അപ്പോൾ റീട്രസ് ലൈനിനകത്ത് തന്നെ ഗ്രെയിൻസും ഉണ്ട്, അതായത് പിക്ചറും സൗണ്ടും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഓഫായി പോയത്. ഫിലിപ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓഫായി പോയത്. റീട്രസ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഓഫായി പോകും. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് ബോർഡിലൊന്നും സംഭവിക്കാം, ബേസ് ബോർഡിലൊന്നും സംഭവിക്കാം. ഇവിടെ ഇപ്പോൾ ബേസ് ബോർഡിനാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു 3 റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആ റെസിസ്റ്ററിൽ ഏതോ ഒന്ന് കംപ്ലൈൻ്റ് ആണ്. ഞാൻ കാണിച്ച ആ 3 റെസിസ്റ്ററിൽ ഏതോ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് കളർ വന്നിട്ട് റീട്രസ് ലൈനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റർ ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ വാല്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ഒരു റെസിസ്റ്റർ ഇവിടെ ഹൈ വാല്യൂ കാണിക്കുന്നുണ്ട്. 3 റെസിസ്റ്റർ ചെക്ക് ചെയ്തു, അതിൽ ഒരു റെസിസ്റ്റർ ഹൈ വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഹൈ വാല്യൂ ആയിട്ട് കാണിക്കുന്ന റെസിസ്റ്ററിനെ ഊരിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആ റെസിസ്റ്റർ ഞാൻ ഊരിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നുകൂടെ ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നോ വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത്, അതായത് വാല്യൂ ഒന്നും ഇവിടെ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു റെസിസ്റ്റർ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 18 ഗേഡ് റെസിസ്റ്റർ ഇട്ടിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ റെസിസ്റ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള വാട്ടും വാല്യൂ ഒക്കെ നോക്കിയിട്ട് ഇടാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു റെസിസ്റ്റർ ഇടുന്നത്. നിങ്ങൾ ഇടുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് വാല്യൂവും, അതായത് വാട്ടും വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇടാം, ഇല്ലെങ്കിൽ കിടക്കത്തില്ല, വീണ്ടും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ 18 ഗേഡ് റെസിസ്റ്റർ ഞാൻ ഇവിടെ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. വെച്ചിട്ട് ഇനിയിപ്പോൾ ടി വി ഓൺ ചെയ്ത് നോക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ടത് ക്ഷമിക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആ ഒരു റെസിസ്റ്റർ ഇവിടെ സോൾഡർ ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കണം, കംപ്ലൈൻസൊക്കെ മാറി വന്നു. ടി വി ഇനി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ടി വി ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതാ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻസ് അവിടെ മാറിയിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റർ ആയിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വൈറ്റ് ഗ്രെയിൻസ് വന്നിട്ടുണ്ട്, ഓഫ് ആവാതെ നിൽക്കുന്നുണ്ട്. ആ റെഡ് കളറിലുള്ള റീട്രസ് ലൈന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.